ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പ്രകൃതിയുടെ ന്യായം നിങ്ങൾക്ക് ഫേവറായിട്ട് സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് റീഡിങ്ങിലൂടെ നോക്കാം. ഇവിടെ ആദ്യം പ്രകൃതിയുടെ ന്യായം സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾ ആവശ്യമില്ലാതെ പല ആൾക്കാരുടെയും ൻ്റെ ആ ഒരു പരിണതഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു നഷ്ടം വളരെ വില ഉള്ള നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു നഷ്ടം എന്താണോ അത് നികത്തുന്ന രീതിയിലുള്ള ഒരു ന്യായമാണ് പ്രകൃതിയുടെ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ ചില സന്തോഷം നിങ്ങളുടെ ഭാഗ്യത്തിൽ ഇല്ലായിരുന്നു കാണും. ആ ഒരു ഇല്ലാത്ത സന്തോഷം നിങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ അത് നിങ്ങളിൽ നിന്ന് നഷ്ടമായി. അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. അല്ല എങ്കിൽ എന്തെങ്കിലും ജോലിയായിരിക്കാം. എന്തോ ഒരു കാര്യം, നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടമായിപ്പോയി. അപ്പോൾ അതിൻ്റെ ആ ഒരു നികത്തൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗത്ത് ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചില സമയം നിങ്ങൾക്കിഷ്ടമുള്ള ഒരു പ്ലേസ്, വീട്, സ്ഥലവും ഉണ്ടായിരുന്നു കാണും. ആ വീടും സ്ഥലവും നിങ്ങൾക്ക് നഷ്ടമായി. അല്ലെങ്കിൽ നിങ്ങൾ വാടകയ്ക്ക് താമസിച്ച വീട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീടായിരുന്നു, അതിൽ നിന്ന് മാറേണ്ട അവസ്ഥ വന്നു. ഒന്നുകിൽ വസ്തു, അല്ലെങ്കിൽ മനുഷ്യൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മൾ ആഴത്തിൽ അതിനെ സ്നേഹിക്കുമ്പോഴായിരിക്കും അത് നമുക്ക് നഷ്ടമാകുന്നത്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും ഉണ്ടാവുന്നത്. ചില സമയം നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവത്തില്ല. അതായത് അതൊക്കെ നമുക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന് കുറച്ച് വാല്യൂ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അപ്പോഴായിരിക്കും സമയം ആ ഒരു വസ്തുവിനെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നു. അപ്പോഴായിരിക്കും നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാകുന്നത്. ദൈവമേ, അത് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതിന് ഒരു വാല്യൂയും കൊടുത്തില്ല, ഇപ്പോൾ അതെൻ്റെ കയ്യിൽ നഷ്ടമായപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ വാല്യൂ എന്താണെന്ന്. അങ്ങനെയും സമയം നമ്മളോട് കാണിക്കും. അതായത് നമുക്കൊരു വസ്തുവിൻ്റെ വാല്യൂ ഇല്ലാതായിരിക്കുമ്പോൾ നമുക്കതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമായിട്ട് സമയം പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് നഷ്ടമാക്കും. പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പായിരുന്നു. അത് ലവ് റീഡിങ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ നല്ലൊരു ബന്ധമായിരുന്നു കാണും. അപ്പോൾ പെട്ടെന്ന് അതിൽ ഒരു നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കതിൻ്റെ ആ ഒരു വാല്യൂ, ആ വ്യക്തിയുടെ വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്ക് അവരോട് ഒരു വാല്യൂവും ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോഴാണ് നിങ്ങൾക്ക് അവരുടെ ആ ഒരു വാല്യൂ മനസ്സിലാവുന്നത്. ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിന് പുറത്തുള്ള വ്യക്തിയായിരിക്കാം. ഇത് നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫോ ആയിരിക്കാം. ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഒരു അകൽച്ച ഉണ്ടായി. ഒരു പ്രാവശ്യം ആ ഒരു അകൽച്ച ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം തരികയാണ്. നിങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ടൊരു ആർഗ്യുമെൻറ്റ്, വഴക്ക്, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടായതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസിലായിരിക്കും ഇപ്പോൾ ഉള്ളത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ മിണ്ടാതെ. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും മാറ്റത്തിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. മുമ്പൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. ഇപ്പോഴും ആ ഒരു സ്വഭാവത്തിൽ മാറ്റമൊന്നുമില്ല. നിങ്ങൾ കുറച്ചൊന്ന് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ റിലേഷൻഷിപ്പിൽ. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ന്യായം നിങ്ങളുടേത് ഇതാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ശരിയാകുന്നുണ്ട്, അപ്പോൾ നിങ്ങളതിനെ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ ആവുന്നില്ല എന്ന് പറയാതെ ശരിയാവുന്ന കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ഇവിടെ ലൈഫ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യവും കൂടെ ഒരു അവസരം തരികയാണ്, കാര്യങ്ങൾ നേരെയാക്കാനും നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടി എവിടെയാണ് തെറ്റുപറ്റിയത് എന്ന്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. അല്ലാതെ കാര്യങ്ങൾ മാറുമ്പോൾ അതിന് അക്സെപ്റ്റ് ചെയ്യാതെ ഇല്ല, മാറ്റം വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് നിങ്ങൾ. പാസ്റ്റിൽ ഈ വ്യക്തിയോടുകൂടി നിങ്ങൾക്ക് വലിയൊരു വഴക്കുണ്ടായി കാണും. അത് ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ വർക്ക് പ്ലേസിലുള്ള ആളായിരിക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആളായിരിക്കാം. ആരായാലും ഇപ്പോൾ അതിലൊരു മാറ്റം പ്രകൃതി കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകണമെന്നാണ് പ്രകൃതി യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്.
ഇവിടെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായ വഴക്കെന്ന് പറയുന്നത് ഈ നാട്ടിലുള്ളവരെല്ലാം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് തന്നെ തോന്നിക്കാണും ഇനി ഇതിലൊരു മാറ്റം ഒരിക്കലും ഉണ്ടാവത്തില്ല എന്ന്. പക്ഷേ ഈശ്വരൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ ഈ വഴക്കൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് ബന്ധം കൊണ്ടുപോകണമെന്നാണ്. ചില സമയം നമ്മുടെ ആ ഒരു സമയം മോശമാകുമ്പോൾ ചില ആൾക്കാർ നമുക്ക് വാല്യൂ തരത്തില്ല. പക്ഷേ നമ്മുടെ സമയം നല്ലതാവുമ്പോൾ നമുക്ക് വാല്യൂ തരാത്ത ആൾക്കാർ നമുക്ക് പിന്നെ വാല്യൂ തരുന്നതാണ്. കാരണം സമയം ഇതാണ് നമുക്ക് ഒരു വ്യക്തിയുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി തരും. ഇവിടെ ദൈവം ഒരുമിപ്പിച്ചതായിരിക്കാം നിങ്ങൾ രണ്ടുപേര്. പക്ഷേ ശരിയായ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കാത്തത് കാരണം ഈശ്വരൻ നമ്മളെ കുറച്ച് സമയത്തേക്കൊന്ന് വേർപിരിച്ചു വച്ചു. പക്ഷേ ഈശ്വരനറിയാം ഈ ഒരു ബന്ധം എപ്പോഴായാലും ഒന്നാവും എന്ന്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ കുറച്ച് സമയം വേർപിരിച്ചു വച്ചിട്ട് ഈശ്വരൻ പിന്നെ ആ ഒരു വേർപാട് മാറ്റി നിങ്ങളെ തമ്മിൽ ഒന്നാക്കുകയാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധം ഞാൻ പറയുന്നത് പോലെ ഹസ്ബൻഡോ വൈഫോ തന്നെ ആവണമെന്നില്ല. കൂട്ടുകാരികളോ കൊളീഗ്സോ നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ ഒരു സമയത്ത് നിങ്ങളും ഇവരും നല്ല രീതിയിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നതാണ്. പിന്നെയാണ് നിങ്ങൾ തമ്മിൽ പിണങ്ങിയതും പിന്നെ ഇവർക്ക് ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാവുന്നു, നിങ്ങൾക്ക് ഇവരുടെ വാല്യൂ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സത്യങ്ങൾ മറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഒത്തിരി കള്ളങ്ങൾ മറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. അതിനെയൊക്കെ സമയമാകുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതാണ്. കാരണം ഈ കള്ളങ്ങളും സത്യങ്ങളും മറഞ്ഞിരിക്കുന്ന കാരണം നിങ്ങൾക്ക് നല്ലതേത് ചീത്തയേതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ശരിയായ സമയം എത്തുമ്പോൾ ഇത് നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ എത്ര തന്നെ കറുത്ത കാർമേഘങ്ങൾ വന്നാലും അത് ഒരു സമയം കഴിയുമ്പോൾ അത് മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥിതികൾ ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. എനിക്ക് ഒരു സത്യം മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഇരിക്കുകയാണ്. പക്ഷേ അത് നിങ്ങളുടെ മുന്നിൽ മൂടി വച്ചൊക്കെയാണ് ആരോ. പക്ഷെ ആ ഒരു ശരിയായ ഒരു സമയം വരുമ്പോൾ ആ ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അത് ആലോചിച്ച് ഒരിക്കലും വിഷമിക്കേണ്ട. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില വ്യക്തികൾ നല്ലതാണ് പറയുന്നത്, പക്ഷേ അവരുടെ മേൽ മോശമായിട്ടുള്ള ബ്ലെയിം ഉണ്ടാകും. അവർ പറയുന്നത് തെറ്റാണ്, അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് മോശം ബ്ലെയിം ഉണ്ടാകും. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അവരുടെ ആ ഒരു സത്യം എല്ലാവരുടെ മുന്നിൽ വരിക തന്നെ ചെയ്യും. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യവും. കുറച്ച് സമയത്തേക്ക് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മോശം സമയം അനുഭവിക്കേണ്ടി വരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങളുടെ നല്ല സമയമാണ്. ഇവിടെ നിങ്ങളുടെ മേലും ഒത്തിരി മോശമായിട്ടുള്ള ആൾക്കാരുടെ ബ്ലെയിം വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ പോലും വിശ്വസിക്കാത്ത രീതിയിലാണ് ആൾക്കാർ നിങ്ങളുടെ മേൽ ബ്ലെയിം ചെയ്തത്. അതെല്ലാം മാറുന്നതാണ്. നിങ്ങളുടെ മേൽ ആരൊക്കെ കള്ളമായിട്ട് ആരോപണങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം മാറുന്നതാണ്. നിങ്ങളുടെ ആ ഒരു സത്യസന്ധത എല്ലാവരുടെയും മുന്നിലും ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യുന്നതാണ്. ഇവിടെ ഒന്നിന് പുറമെ 2 3 നിങ്ങൾക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കുകയാണ്. ഇമേജ് ത്രൂ വീഡിയോ ത്രൂ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല സമയമാണ്. അതായത് മിറാക്കിൾ സംഭവിക്കാൻ പോകുന്ന സമയമാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഇങ്ങനെയുള്ള മിറാക്കിൾ ആ ഒരു സമയം നടക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം പറയും, എൻ്റെ സ്വപ്നത്തിൽ പോലും ഈ ഒരു രീതിയിലുള്ള മിറാക്കിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല എന്ന് നിങ്ങൾ പറയും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗീവപ്പ് ചെയ്യാമെന്നുള്ള ആ ഒരു ഭാവത്തിൽ വരുമ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എപ്പോഴാണ് നമുക്ക് ഗീവപ്പ് ചെയ്യാനുള്ള ആ ഒരു ഭാവം വരുന്നത്? അതായത് നമ്മളുടെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് നമുക്ക് ഗീവപ്പ് ചെയ്യാനുള്ള ഭാവം വരുന്നത്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ എത്രത്തോളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോകും. പക്ഷേ എന്നാലും ചെയ്യും, ആരും ഇല്ലല്ലോ സപ്പോർട്ട് ചെയ്യാനെന്ന് വിചാരിച്ചു. പക്ഷേ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വന്നു എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പതുക്കെ ഗീവപ്പ് ചെയ്യും. ഇനി ആ വ്യക്തി കുറച്ച് ചെയ്യട്ടെ, ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കും. അതേപോലെയാണ് ഇവിടെയും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഈശ്വരൻ എന്ന ആൾ വരികയാണ്. നമ്മളിൽ ചില ആൾക്കാർ ഇങ്ങനെയാണ്, ഒന്നും കാണാതെയും കേൾക്കാതെയും ഒരു വ്യക്തിയുടെ മേൽ ബ്ലെയിം ചെയ്യും നമ്മൾ. പിന്നെയാണ് മനസ്സിലാക്കുന്നത് അയ്യോ നമ്മൾ പറഞ്ഞ തെറ്റായി പോയല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വഭാവത്തെ നമ്മൾ നേരെയാക്കേണ്ടതാണ്. അതായത് ഒരു വ്യക്തിയുടെ സത്യം എന്താണോ അത് മനസ്സിലാക്കാതെ നമ്മൾ ഒരു വ്യക്തിയെയും ബ്ലെയിം ചെയ്യാൻ പാടില്ല.
ഇവിടെ ആരൊക്കെയാണോ നിങ്ങൾക്ക് നേരെ മോശമായിട്ടുള്ള ആരോപണങ്ങൾ ചെയ്തത്, അവർ ഒരു ടീമായിട്ട് നിന്നാണ് നിങ്ങളുടെ മേൽ മോശം ആരോപണം ചെയ്തതെങ്കിൽ അവർക്കിടയിൽ ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ആ ടീം രണ്ടായിട്ട് പിളർന്ന് അവർ തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടായി ആ ടീമേ ഇല്ലാതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി ലോസസ് ഉണ്ടായി. കാരണം ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കൺഫ്യൂഷനിലാക്കി വയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഒരു ന്യായം ഉണ്ടാവുന്നതാണ്. ഈ വ്യക്തി എന്താണോ നിങ്ങളുടെ ലൈഫിൽ ചെയ്തത് അതിൻ്റെ ആ ഒരു പരിണതഫലം ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത വ്യക്തി ആരാണോ ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത്, ചിലപ്പോൾ ഈ അടുത്ത വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളുടെ വൈഫോ ആയിരിക്കാം, അല്ല എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ ആരോ ആണ്. പക്ഷേ നിങ്ങൾ തമ്മിൽ നല്ല ഒരു ബന്ധമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വ്യക്തിക്ക് അത് ഇഷ്ടമില്ല. അതുകൊണ്ട് ഈ വ്യക്തി നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി നിങ്ങളെ തമ്മിൽ തെറ്റിപ്പിച്ചു. കാരണം നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായപ്പോൾ നിങ്ങൾ അവരോട് പറഞ്ഞ വാക്കുകൾ ഭയങ്കരപ്പെട്ടതായിരുന്നു. അതായത് ഒരു അടിച്ചാൽ നമ്മൾ മറക്കും. പക്ഷേ വാക്കുകൾ പറയുമ്പോൾ അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ നെഞ്ചിൽ തന്നെ ഉണ്ടാകും. അവരെന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള ഒരു വിഷമം എപ്പോഴും ഉണ്ടാകും. ഇവിടെ ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എലോൺ ആവുന്ന ആ ഒരു സ്ഥിതിയില്ല, ആ സ്ഥിതിയിലേക്ക് നിങ്ങൾ വന്നു. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥ. അതായത് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരാണോ അവരെ നിങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥയിലായി നിങ്ങൾ. അതായത് നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറിയിൽ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി ഒരിക്കലും ക്രോസ് ചെയ്യാൻ പോകരുത്. അതാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുടെ കൂടെ ഏറ്റവും നല്ല ബന്ധം വെച്ച ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് ഈ വ്യക്തി ആദ്യം അകറ്റി, എന്നിട്ട് നിങ്ങളെ ഒറ്റയ്ക്കാക്കി, എന്നിട്ട് ആ ഒരു ബൗണ്ടറി അതിൽ നിന്ന് ക്രോസ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാതെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണ് നിങ്ങളെ. അപ്പോൾ ഈ വ്യക്തി അത്രമാത്രം നിങ്ങളെ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പുറത്തുനിന്ന് വേറൊരാൾ വരാനും പാടില്ല. ആ രീതിയിലൊരു ബൗണ്ടറിയാണ് ഇവർ സെറ്റാക്കി വച്ചേക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അത്രമാത്രം മിസ്റ്ററി ആയിട്ടുള്ള ഒരു ഇതാണ് ഇവർ സെറ്റാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തി എന്തൊക്കെ ഷഡ്യന്ത്രങ്ങളാണോ നിങ്ങൾക്കെതിരെ ചെയ്തത് അതെല്ലാം തിരിച്ച് അവരുടെ ലൈഫിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തൊക്കെ ലോസസ് ആണോ ഫേസ് ചെയ്യേണ്ടി വന്നത് അതെല്ലാം അവർക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ ഈ വ്യക്തിയുടെ ഡയറക്ഷൻ തന്നെ മാറിപ്പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതാണ് പറയുന്നത്, മറ്റൊരാളെ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ സ്വന്തം ഡയറക്ഷൻ ഒരു ദിവസം ചേഞ്ച് ആവുമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കിയില്ല. ഇവിടെ ഇപ്പോൾ ഇവരുടെ ലൈഫിൽ ലോസസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൺഫ്യൂഷനിലുമാണ് ഇവർ. കാരണം എന്തുകൊണ്ടാണ് ഇവരുടെ ലൈഫിൽ ഇത്രമാത്രം ലോസസ് ഉണ്ടാകുന്നത് എന്നിവർക്ക് മനസ്സിലാകുന്നില്ല. അത് കാരണം കൺഫ്യൂഷനിലാണ് ഇവർ. മറ്റൊരാളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കും ഇതേപോലെ ലോസസ് ഉണ്ടാകുമെന്ന് ഇവർ ചിന്തിച്ചില്ല. ഇവിടെ ഈ വ്യക്തി ഇപ്പോൾ എത്രത്തോളം എന്തോ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുമോ അത്രത്തോളം അതിൽ പെട്ടുപോകുന്ന അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ലൈഫിലും ഈ വ്യക്തി ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്. ഒരു ബൗണ്ടറി സെറ്റാക്കി കൺഫ്യൂഷനിലാക്കി വെച്ചു നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെയെല്ലാം നിങ്ങളിൽ നിന്ന് അകറ്റി. ഇപ്പോൾ ഈ വ്യക്തിയും അതേ സെയിം അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ മോശം സൃഷ്ടിച്ച് ഈ വ്യക്തി സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ തുടക്കം. പക്ഷേ അതിൻ്റെ അവസാനമായപ്പോൾ ഇവർക്കും അതേ അവസ്ഥ വന്നിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ ലൈഫിൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇവർ വിചാരിച്ചാൽ പോലും ഇതിൽ നിന്ന് പുറത്തു വരാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല. പക്ഷേ ദൈവം ഇവർക്ക് അതിനൊരു പ്രതിവിധി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവർക്കത് കണ്ടിട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഇവരുടെ മുന്നിൽ ഇവരുടെ ആ പ്രശ്നങ്ങൾക്കുള്ള ചാബിയുണ്ട്. പക്ഷേ ആ ചാബി ഇവർക്ക് കിട്ടുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ഇവരുടേതിപ്പോൾ. ഇവർക്ക് ചതുരംഗം പോലെയുള്ള ഗെയിമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫിലും ചതുരംഗം പോലെ ഒരു ഗെയിം പ്ലേ ചെയ്യുന്നത് ഇവർ. എന്തായാലും ഈ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി കാരണം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വഴക്കിടേണ്ടി വന്നു. ഒരിക്കലും ആ വ്യക്തിയോട് വഴക്കിടേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. പക്ഷേ ഈ വ്യക്തി കാരണമാണ് അത് സംഭവിച്ചത് എന്നാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് വളരെ മോശം രീതിയിൽ കള്ളം പറഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ കള്ളം പറഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് സത്യത്തിനെ തന്നെ വളച്ചൊടിച്ച് പറയത്തില്ലേ, അങ്ങനെ അവരോട് പറയുന്നത് കാരണം ഇവർക്ക് എന്തോ ഒരു യൂസ് ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എന്തോ നഷ്ടവും സംഭവിക്കും, ഇവർക്ക് എന്തോ ഒരു യൂസും ഉണ്ടാകും. അതിനു വേണ്ടിയാണ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങളെക്കുറിച്ച് വളരെ മോശം രീതിയിൽ കള്ളം പറഞ്ഞത്. എന്തായാലും ഈ വ്യക്തി ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളോട് വളരെ സ്നേഹത്തിൽ ഒന്ന് പറയും, പക്ഷേ നിങ്ങളുടെ പിറകെ വളരെ മോശം രീതിയിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയുന്ന സ്വഭാവം. നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തി വളരെ നല്ല ഒരു വ്യക്തിയാണെന്ന്. പക്ഷേ ഇവരുടെ സ്വാർത്ഥതയ്ക്ക് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുവേണ്ടി ഏതറ്റം വരെ പോയി കള്ളം പറയാൻ ഇവർക്കൊരു മടിയുമില്ല. അതായത് ഈ വ്യക്തി ഒന്ന് വിചാരിച്ചാൽ എത്ര മുകളിൽ ഇരിക്കുന്ന ആളെയും താഴെ സീറോയിൽ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഈ വ്യക്തി. അതായത് ക്രൂരമായിട്ടുള്ള സ്വഭാവം. ഒരു വ്യക്തിയെ എങ്ങനെ അവരുടെ ആ ഒരു പണവും സ്വാധീനവും ഇല്ലാതാക്കി ഒന്നുമില്ലായ്മയിലേക്ക് കൊണ്ടെത്തിക്കാം, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം. അതായത് ഇവർക്ക് ഇല്ലാത്തത് വേറൊരാൾക്ക് വേണ്ട, അങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഇല്ലേ. നിങ്ങളെ അത്രത്തോളം ഇമോഷണലി തളർത്തുക. നിങ്ങളുടെ ആ ഒരു വിഷമം നിങ്ങൾ മറ്റൊരാളോട് പറയാൻ പാടില്ല. ആ രീതിയിൽ നിങ്ങളെ ഇമോഷണലി തളർത്തുക. അതാണ് ഈ വ്യക്തി ചെയ്യുന്നത്. അതായത് നമ്മളിങ്ങനെ ചിന്തിക്കത്തില്ലേ, ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ എൻ്റെ പ്രശ്നങ്ങളെല്ലാം അവരോട് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആരോടൊന്നും പറയണ്ട, എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരാൾ ചിന്തിക്കത്തില്ല. ആ രീതിയിൽ ഒരാളെ കൊണ്ടുവരിക, അതാണ് ഇവരുടെ സ്വഭാവം. അപ്പോൾ ഈ വ്യക്തി മുഖേന നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി പനിഷ്മെൻറ്റ് സഹിക്കേണ്ടി വന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ പല ആൾക്കാരുടെയും സ്വഭാവം പുറത്ത് വരുന്നതാണ്. നിങ്ങൾ ശരിയെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് ശരിയാണ്. നിങ്ങൾ ആരോടും ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. നിങ്ങളെക്കുറിച്ചാണ് ആൾക്കാർ കള്ളം പറയുന്നതെങ്കിൽ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. സമയം നിങ്ങൾക്ക് ഫേവർ ആകുമ്പോൾ യഥാർത്ഥ സത്യം എല്ലാവരും അറിയുന്നതാണ്. പിന്നെ ഒരു കാര്യവും കൂടെ, നിങ്ങളുടെ കർമ്മം നല്ലതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കർമ്മം മോശമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ ചെയ്ത തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലായി, നമ്മൾ ഗിൽറ്റ് വന്നിട്ട് ഇനി നമ്മൾ ആ ഒരു തെറ്റ് ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ വേറെ നല്ല വ്യക്തി വേറെ ഇല്ല എന്നാണ് പറയാം. കാരണം നമ്മൾ പശ്ചാത്തപിച്ചല്ലോ, എന്നിട്ട് നമ്മൾ ഇനി അത് ചെയ്യത്തില്ല എന്ന് മനസ്സിലാക്കിയല്ലോ, അത് തന്നെ വലിയ കാര്യം. കാരണം തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും, പക്ഷെ ആ ഒരു തെറ്റ് മനസ്സിലാക്കി അതിനെ ശരിയാക്കിയിട്ട് ഇനി ഒരിക്കലും ആ തെറ്റ് ചെയ്യത്തില്ല എന്നുള്ള ഭാവത്തിൽ വരുന്നില്ലേ, അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്ര മാത്രമേ, ഈ ലോകം നിങ്ങളെ എത്ര തന്നെ കുറ്റപ്പെടുത്തിയാലും ബ്ലെയിം ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ നല്ല കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ ആരാണോ അവരുടെ ആശീർവാദം നിങ്ങൾക്കുണ്ട്. സർവോപരി ദൈവത്തിൻ്റെ ആശീർവാദം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വലിയ വലിയ സംഘർഷങ്ങൾ കുറയുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അവരുടെ ആ ഒരു ആശീർവാദം ഉണ്ടായതുകൊണ്ട് തന്നെ സംഘർഷങ്ങൾ പതുക്കെ ഇല്ലാതാവുന്നു നിങ്ങളുടെ ലൈഫിൽ നിന്ന്. ഇവിടെ ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് നമ്മുടെ മേലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും മോശം വഴിയിൽ കൂടെ പോകത്തില്ല, എപ്പോഴും നല്ല വഴിയിൽ കൂടെ മാത്രമേ പോവുകയുള്ളൂ. വളരെ നല്ല ഒരു ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. 1 2 3 4 5 ആ നമ്പർ ഇങ്ങനെ ക്രമത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഇല്ല എങ്കിൽ 4 5 6 7 അങ്ങനെ നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക്. ഇവിടെ നിങ്ങൾക്ക് എന്തായാലും 4 5 6 7 നമ്പർക്കുള്ളതായിട്ട് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു സമയം ഈ ഒരു നമ്പർ റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒത്തിരി ലാഭം ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രകൃതിയുടെ ആ ഒരു ന്യായം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ ലൈഫിൽ ഓരോ സ്ഥലത്തും ഓരോ റിക്കവറി നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. ആ സമയം എത്തുമ്പോൾ ഓരോ കാര്യത്തിലും റിക്കവറി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പ്രതീക്ഷകളെല്ലാം നശിച്ച ഒരവസ്ഥയിലാണ്. നിങ്ങളിപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന കാര്യത്തിൽ റിക്കവറി വേണം, ഇന്ന കാലത്തിൽ റിക്കവറി വേണം എന്ന് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ ആ ഒരു സമയം എത്തുമ്പോൾ ഓരോ കാര്യങ്ങൾക്കും റിക്കവറി ഉണ്ടാവുന്നതാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്തോ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുന്നതായിട്ട്, അതായത് ചിലപ്പോൾ എനിക്കതിൽ വിജയിക്കാൻ സാധിച്ചാലോ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ട്രൈ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യുക.
ഇവിടെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ദേഷ്യവും വിഷമവും വരും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ നോട്ടീസ് ചെയ്യും. അവിടെ നിങ്ങളുടെ ശ്രദ്ധ പോകും. അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ലൈഫിലെ മെയിൻ കാര്യം ശ്രദ്ധിക്കത്തില്ല. അവിടെ ഫോക്കസ് ചെയ്യത്തില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെ നിങ്ങളുടെ ഊർജ്ജം അങ്ങനെയാണ്. നിങ്ങളുടെ ലൈഫിലെ ശരിയായ സ്ഥലത്ത് ഫോക്കസ് ചെയ്യാതെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് നെഗറ്റീവ് ചിന്തിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ആരോ മനസ്സിലാക്കി. അപ്പോൾ അവർ അതനുസരിച്ച് ഓരോ ഷഡ്യന്ത്രങ്ങൾ രചിച്ച് നിങ്ങളെ അതിൽ പെടുത്തി. അപ്പോൾ നിങ്ങൾക്കുള്ളായിട്ടും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോയില്ല, ഫോക്കസ് ചെയ്തില്ല നിങ്ങൾ. അപ്പോൾ ഒരു വ്യക്തി മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കിയത്. കാരണം നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി. നിങ്ങളുടെ ലൈഫിലെ 3-4 പ്രോബ്ലംസ് നിങ്ങൾക്കുള്ളായിട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പ്രോബ്ലത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിക്കത്തില്ല. ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. മുന്നേ ഈ വ്യക്തികൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഇത് ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്തതാണ് ഈ ഒരു സാഹചര്യം എന്ന്. ഈ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാനാണ്. അതിനു വേണ്ടിയാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പീഡ് ഉണ്ടാവുന്നതാണ്. ഇത്രയും കാലം ഈ വ്യക്തികൾ വിചാരിച്ചതുപോലെ നിങ്ങളുടെ ലൈഫ് പോയി. ഇനി നിങ്ങളുടെ ലൈഫ് സ്പീഡിൽ ആവുന്നതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും, ചില കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ ഇങ്ങനെ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഉന്നതിയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. കാരണം ഈ വ്യക്തികൾ ഇത്രയും കാലം എന്തൊക്കെയാണോ ചെയ്തു വച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. ഇത്രയും കാലം നിങ്ങളൊരു ലൈഫ് ജീവിച്ചത് ഇലൂഷനിലാണ്. കാരണം നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയില്ല ഇതുവരെ. ഇനി നിങ്ങൾ ഇലൂഷനിലല്ലാത്തൊരു ജീവിതം ജീവിക്കുന്നതാണ് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. ഇനി നിങ്ങൾ സുഖത്തോടു കൂടി നല്ലൊരു ജീവിതം ജീവിക്കുന്നതാണ്. ഇവിടെ സമയം എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ വാല്യൂ കൂട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സമയം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എത്രയും പെട്ടെന്ന് ചേഞ്ചസ് വരണമെന്നാണ്. ഇനി നിങ്ങൾ ഒരിക്കലും പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നോക്കണ്ട. എന്നോട് തെറ്റ് ചെയ്തവർക്ക് ന്യായം കിട്ടിയോ ഇല്ലേ ഒന്നും നോക്കണ്ട. സമയമാകുമ്പോൾ നിങ്ങൾക്ക് ന്യായം ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇനി ഒരു അവസരം നിങ്ങളുടെ ലൈഫിനെ നേരെയാക്കാൻ വേണ്ടി ദൈവം തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരം എന്താണോ അത് നിങ്ങൾ ശരിയായിട്ട് വിനിയോഗിക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു റെസ്പെക്റ്റ്, നിങ്ങളുടെ ആ ഒരു വാല്യൂ ഇതെല്ലാം തിരികെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ്. മുന്നേക്ക് നിങ്ങളുടെ ആ ജീവിതമാകുന്ന വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന വണ്ടി വളരെ സ്മൂത്തായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു പരിവർത്തനം കണ്ട് നിങ്ങൾ തന്നെ അത്ഭുതപ്പെടുന്നതാണ്, ഇതെങ്ങനെ സംഭവിച്ചു ഇങ്ങനെ എന്ന്. സന്തോഷം കൊണ്ടുള്ള പരിവർത്തനമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു പരിവർത്തനമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാരേജാണ് വേണ്ടതെങ്കിൽ മാരേജ്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ജോലി, അങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം ആ ഒരു ആഗ്രഹം നടക്കുന്ന രീതിയിലുള്ള പരിവർത്തനം. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ദൈവം സാധിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക്സ് സോ മച്ച്.